വിളിച്ചിറക്കി കൊണ്ടുവരും. എന്നിട്ട് ഞാൻ നോക്കും എന്റെ പെണ്ണായിട്ട്. സത്യം ഗൈസ്, നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ പഴയൊരു കാലത്തിൽ, അത് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് പഴയൊരു കാലത്തിൽ പോയി ഇവൻ്റെ ഈ ഒരു ഏജിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്തിട്ടുള്ളത്? നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ചെയ്ത് നിക്കറിലെ വള്ളിയും പിടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ കൂടെ നിന്ന് കാർട്ടൂണും കണ്ട് ഡോറാബുജിയും കണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായമായിരുന്നു. അതേ പ്രായത്തിൽ ഇവനൊക്കെ ഇപ്പോൾ എന്തൊക്കെ കിടന്ന് കാണിക്കുന്നത്? ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്ന പറഞ്ഞത് മാസ് BGM കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവളുടെ ഫോട്ടോ പോലും എടുത്ത് ബ്ലർ ചെയ്യാണ്ട് ആ ഒരു ഫോട്ടോ പോലും അവൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേസ് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുട്ടികൾ ആഹാരം കഴിക്കാണ്ടിരിക്കുമ്പോഴോ 10ാം ക്ലാസ് കഴിയുമ്പോഴോ +2 കഴിയുമ്പോഴോ നിങ്ങൾ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അവർ ഫോണിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും നോക്കാറുണ്ടോ? ഇപ്പോൾ ഇവൻ ഈ ഒരു പെണ്ണിൻ്റെ വീഡിയോ സ്നേഹിക്കുന്ന പെണ്ണെന്നൊക്കെ പറയുന്നത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടാൻ കാണിച്ച ധൈര്യം ഓക്കെ, അത് അവൻ്റെ അകത്ത് അത്രയ്ക്കോളം ഇതായിരിക്കാം. ചിലപ്പോൾ എനിക്കെന്താണെന്ന് അത് അറിയത്തില്ല, നമുക്കത് പറയാൻ പറ്റില്ല, അവരുടെ ടൈപ്പ് അവരുടെ ഇതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും കാണിക്കാൻ ധൈര്യമുള്ള ചെക്കന്മാരായിരിക്കും നാളെ വളരുമ്പോഴത്തേക്കും മറ്റേത് മൂക്കിൽ പൊടിയും വലിച്ചു വെച്ചിട്ട് ഈ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരടുത്തൊക്കെ വരുന്നത്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും നല്ലത് തന്ത വൈബ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. സമാധാനവും ശാന്തി എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടാകും. ഇമാതിരി തന്നെ കണ്ണാപ്പിത്തനവും ഇങ്ങനെ അതും കാണിച്ചിട്ട് നടക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തൊക്കെയായിരുന്നു തന്ത വൈബ് എന്നാണ് കളിയാക്കൽ. സത്യം പറയാലോ ഗൈസ്, സത്യം പറയാലോ. ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് പറഞ്ഞ പിള്ളേരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അവന്മാർ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ എല്ലാവരും വിചാരിക്കും ഓരോ ന്യൂസ് ആകുമ്പോഴത്തേക്ക് ഈ ചെക്കൻ എന്താ അങ്ങനെ ചെയ്യുന്നത്, ഈ ചെക്കൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എല്ലാവരും വിചാരിക്കും. സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗൈസ്, സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ പല കാരണങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പല കാരണം ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് പറഞ്ഞ പിള്ളേരുടെ മെയിൻലി ഇമാരെ ബ്രെയിനിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇമാർ സ്വന്തമായിട്ട് തിങ്ക് ചെയ്ത് കൂട്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നല്ലേ അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ഞാൻ പറയാം.